3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അതിലൊന്നാമത്തത് ലോകം മുഴുവൻ കാൽപ്പാടുകൾ തുടരപ്പെടുന്ന ഒരു കറുത്ത പെണ്ണിനെക്കുറിച്ചാണ്. രണ്ടാമത്തത് ലോകത്തെ ശാസ്ത്രത്തിനോ ഗവേഷണങ്ങൾക്കോ ഒന്നും പൂർണ്ണമായും വിശദീകരണം നൽകാൻ കഴിയാത്ത മഹാത്ഭുതമായ ഒരു നീരുറവയെക്കുറിച്ചാണ്. മൂന്നാമത്തത് ലോകത്ത് തുല്യം വെക്കാനില്ലാത്ത അനുസരണയുടെയും സമർപ്പണത്തിൻ്റെയും ദീനീബോധത്തിൻ്റെയും പ്രതീകമായ ഒരു മകനെക്കുറിച്ചാണ്, ഒരു പുത്രനെക്കുറിച്ചാണ്. അതിലൊന്നാമത്തെ ആ കറുത്ത പെണ്ണ് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസി. അവർ മറ്റാരുമല്ല, ഹാജറ ബീവിയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 2ാമത്തെ ഭാര്യ. അവരെ ഇബ്രാഹിം നബിക്ക് കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് ഇസ്ലാമിക ചരിത്രങ്ങളിലും ഹദീസിൻ്റെ താളുകളിലും അവിടങ്ങളിലായി വിശദീകരിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും. കാനാനിൽ, ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ കാനാനിൽ വലിയ ക്ഷാമമുണ്ടായപ്പോൾ, വലിയ പ്രയാസമുണ്ടായപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഭാര്യ സാറയുമായി ഈജിപ്തിലേക്ക് പോയി, ഒരു താൽക്കാലിക വാസത്തിന് വേണ്ടിയിട്ട്. സാറ എന്ന് പറഞ്ഞാൽ അതീവ സുന്ദരിയാണ്. സൗന്ദര്യം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച സ്ത്രീയാണ്, പെണ്ണാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭാര്യ. അതുകൊണ്ട് തന്നെ ഈജിപ്തിലേക്ക് പോകുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സാറയോട് പറഞ്ഞിട്ടുണ്ട്, നീ ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ ഭർത്താവാണ് എന്ന് പറയരുത്, സഹോദരനാണ് എന്ന് പറയണം. നീ ഭർത്താവാണെന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ രാജാവ് എന്നെ കൊന്നിട്ട് നിന്നെ സ്വന്തമാക്കും. അങ്ങനെ അവർ ഈജിപ്തിലെത്തുകയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഭയപ്പെട്ടതുപോലെ അന്നത്തെ ഈജിപ്തിൻ്റെ രാജാവ് സാറ ബീവിയെ തട്ടിയെടുക്കുകയും അവരെ മോശമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയം എപ്പോഴൊക്കെ സാറാ ബീവിയുടെ അടുത്തേക്ക് ഈ ഈജിപ്തിലെ രാജാവ് അടുത്തുവോ അപ്പോഴെല്ലാം അയാളെ അള്ളാഹു വലിയ രീതിയിൽ പരീക്ഷിച്ചു. പല രീതിയിലുള്ള ദുരനുഭവങ്ങളും ഞെട്ടലുകളും ആ രാജാവിനുണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ആവർത്തിച്ച് സമീപിക്കപ്പെട്ടിട്ടും ഒന്ന് തൊടാൻ പോലും കഴിയാതിരുന്നപ്പോൾ ആ രാജാവ് മനസ്സിലാക്കി, ഈ പെണ്ണ് ഒരു സാധാരണക്കാരിയല്ല. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ എൻ്റെ ഇംഗിതത്തിന്, എൻ്റെ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. ഇവളെ സ്വതന്ത്രയാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ കൈനിറയെ പാരിതോഷികങ്ങൾ നൽകി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സാറാ ബീവിയെയും ഈജിപ്തിൽ നിന്ന് യാത്രയാക്കുകയും ചെയ്തു. ആ യാത്രയാക്കുന്ന കൂട്ടത്തിൽ അവരോടുള്ള ഒരു ക്ഷമാപണം എന്ന നിലക്ക് സാറാ ബീവിക്ക് ഈജിപ്തിലെ രാജാവ് കൊടുത്ത ഒരു ഭൃത്യയാണ്, ഒരു അടിമയാണ് യഥാർത്ഥത്തിൽ ഹാജറ ബീവി. പിന്നീട് ചരിത്രം കുറിച്ച, മനുഷ്യ ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത ഇടം നേടിയ ഹാജറയുടെ ചരിത്രം തുടങ്ങുന്നത് അങ്ങനെയാണ്. കാലങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രായമായി, ഒരു കുട്ടിയായിട്ടില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഹാജറ ബീവിയെ കല്യാണം കഴിച്ചു. അതിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്മായിൽ എന്ന് പറഞ്ഞ സുന്ദരനായ, സുമുഖനായ, അനുസരണാശീലനായ, ഭക്തനായ, നന്ദിയുള്ളവനായ ഒരു കുട്ടിയെ, ഒരു ആൺകുട്ടിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകി. പിന്നീട് ഇബ്രാഹിം നബിയുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ ആവർത്തിച്ച് വരുന്ന അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താങ്ങാനും അനുഭവിക്കാനും കഴിയാത്ത ഭീകരമായ പരീക്ഷണങ്ങളാണ് പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ വരുന്നത്. ഇബ്രാഹിം നബി പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മായിൽ. എൻ്റെ വാർദ്ധക്യത്തിൽ എൻ്റെ തൊലികൾ ചുക്കിച്ചുളിഞ്ഞപ്പോൾ, എൻ്റെ എല്ലുകൾക്ക് ശോഷണം സംഭവിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഇസ്മായിലിനെ കുട്ടിയായി നൽകിയ എൻ്റെ റബ്ബിനാകുന്നു സർവസ്തുതിയുമെന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ പ്രാർത്ഥനയിൽ ആ മനസ്സിൻ്റെ സന്തോഷവും ആ മനസ്സിൻ്റെ ആഹ്ലാദവും നിർവൃതിയുമെല്ലാം വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, ഹാജറയെയും ഇസ്മായിലിനെയും അവർ ഫലസ്തീനിൽ ജീവിക്കേണ്ടവരല്ല, അവരിന്നുള്ള സ്ഥലത്ത് ജീവിക്കേണ്ടവരല്ല. അവർക്ക് വലിയ ദൗത്യമുണ്ട്, വലിയ ഉത്തരവാദിത്തമുണ്ട്, വലിയ ചരിത്രം അവർക്ക് രചിക്കാനുണ്ട്. അതുകൊണ്ട് അവരെയും കൊണ്ട് ഇബ്രാഹിം നീ പുറപ്പെടണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അങ്ങനെ നടന്ന് കാൽനടയായി ആ ഉമ്മയും ഉപ്പയും മകനും ദീർഘദൂരം യാത്ര ചെയ്ത് ഫലസ്തീനിൽ നിന്ന് ഇന്നത്തെ മക്ക എന്ന പ്രദേശത്തിലേക്ക്, ആൾപ്പാർപ്പില്ലാത്ത, ആൾതാമസമില്ലാത്ത, കൃഷിയില്ലാത്ത,
ഒന്നുമില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത, മൃഗങ്ങൾ മാത്രമുള്ള വിജനമായൊരു പ്രദേശത്തേക്ക് ആ ഉപ്പയും ഉമ്മയും മകനും യാത്രയാകുന്ന ഒരു രംഗം ചരിത്രം പ്രിയപ്പെട്ടവരെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അവരവിടെ എത്തുന്നു. അവിടെ കഅബാലയത്തിൻ്റെ അടുത്ത് ഒരു മരത്തിൻ്റെ കീഴിൽ ഹാജറ ബീവിയെയും ഇസ്മായിൽ നബി അന്നേരം പാല് കുടിക്കുന്ന പ്രായമാണ്, 1-2 വയസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മരത്തിൻ്റെ താഴെ ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും ഇരുത്തിയിട്ട് അവർക്ക് കഴിക്കാൻ കുറച്ച് ഈത്തപ്പഴം അടുത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളവും വെച്ച് കൊടുത്തിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു നടന്നപ്പോൾ ബേജാറോടെ ആ ഉമ്മ, ആ ഭാര്യ ഇബ്രാഹിം നബിയുടെ പിന്നാലെ പോയിട്ട് ചോദിച്ചു, അല്ല ഞങ്ങളിവിടെ ഇട്ടിട്ട് അങ്ങ് പോവുകയാണോ, ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോവുകയാണോ? മറുപടിയില്ല. കാരണം മറുപടി കൊടുക്കരുത് എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന. അങ്ങനെ പിന്നാലെ നടന്നു, ആവർത്തിച്ച് ചോദിച്ചു. അവസാനം ഹാജറ ബീവി സമാധാനത്തിന് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദ, അള്ളാഹുവാണോ അങ്ങയോട് ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചത്? നഅം, അതെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ ഊഷര ഭൂമിയിൽ, ആ വിജനമായ പ്രദേശത്ത്, ഒരു മനുഷ്യൻ പോലുമില്ലാത്ത ആ മേഖലയിൽ അള്ളാഹുവാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുചെന്നാക്കാൻ എന്നെ കൽപ്പിച്ചത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോ ആ ഭാര്യ പറഞ്ഞൊരു മറുപടി ഉണ്ട്, എങ്കിൽ ഞങ്ങൾക്ക് അവൻ മതി, ഞങ്ങളെ അവൻ കൈവിടില്ല, ഞങ്ങളെ അവൻ കൈയൊടിയില്ല, ഞങ്ങൾക്ക് അവൻ മതി എന്ന് ഹാജറ ബീവി മറുപടി പറയാൻ. പ്രിയപ്പെട്ടവരെ, ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഉമ്മക്കും മകനും ഒരുപോലെ ദാഹിക്കാൻ തുടങ്ങി. കുട്ടി ദാഹിച്ച് കരഞ്ഞപ്പോൾ ആ കുട്ടിയെ മാറോടണച്ചു പാല് കൊടുക്കാൻ തുടങ്ങി. വെയിലിൻ്റെ ചൂടും പാലൂട്ടലും ഒരുമിച്ചായപ്പോൾ ഹാജറ ബീവിക്ക് ദാഹം കൂടി. അവരാ തോൽപാത്രത്തിലുള്ള വെള്ളം കുറച്ചായി കുടിച്ചു. അങ്ങനെ ആ തോൽപാത്രത്തിൽ കരുതിയിരുന്ന വെള്ളം പൂർണ്ണമായും തീർന്നു. അതിലൊരു തുള്ളി പോലും ബാക്കിയില്ലാതെയായി. വീണ്ടും ഉമ്മക്കും മകനും ദാഹിക്കാൻ തുടങ്ങി. തൻ്റെ ദാഹത്തേക്കാൾ കൂടുതൽ ഹാജറ ബീവിയെ ബേജാറാക്കിയത് ഇസ്മായിൽ എന്ന തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ ദാഹമാണ്. ആ കുട്ടി മരണവെപ്രാളം കാണിക്കാൻ തുടങ്ങി. ആലോചിച്ചോക്ക് നിങ്ങൾ, ആ ഉമ്മ അനുഭവിച്ചിരിക്കാനിടയുള്ള ബേജാറിൻ്റെയും പ്രയാസത്തിൻ്റെയും എത്ര വലിയ അവസരമായിരിക്കും എന്ന് ആലോചിച്ചോക്ക്. സ്വന്തം കുഞ്ഞ് ദാഹജലം കിട്ടാതെ, പാല് ചുരത്താൻ മാറിടത്തിൽ ഇനി ഒരു തുള്ളി പോലും ബാക്കിയില്ല, പെടഞ്ഞു കരയുന്ന, മരണവെപ്രാളം കാണിക്കുന്ന ആ സമയത്ത് ഹാജറ ബീവി ഓടുക സഫാ കുന്നിൻ്റെ മുകളിലേക്ക്. എന്നിട്ട് തൻ്റെ വസ്ത്രത്തിൻ്റെ തലപ്പിങ്ങനെ കാണിച്ച് ഉറക്ക വിളിക്കുകയാണ്, ആരെങ്കിലും ഉണ്ടോ ഒരു തുള്ളി വെള്ളം നൽകാൻ, ആരെങ്കിലും ഉണ്ടോ ഒരു തുള്ളി വെള്ളം നൽകാൻ? ആരുമില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും താഴ്വരയിലേക്ക് ഇറങ്ങി, ഇപ്പുറത്തെ മറുവയിലേക്ക് ഓടുന്നു, വീണ്ടും ഇറങ്ങി ഇപ്പുറത്തെ സൊഫയിലേക്ക് ഓടുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലത്താണ് ആ ഉമ്മ ഈ ഓട്ടം മുഴുവനും നടത്തുന്നത്. മനസ്സിൻ്റെ ബേജാറ്, മനസ്സിൻ്റെ നൊമ്പരം. അങ്ങനെ 7ാമത്തെ തവണ മറുവയിലേക്കെത്തി അവരാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ അവർ കഅബാലയത്തിൻ്റെ, ഇന്ന് കഅബ നിൽക്കുന്നതിൻ്റെ പരിസരത്ത് നിന്ന് ഒരു വിചിത്രമായ ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഹാജറ ബീവി നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, വെള്ളമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച ആ ഭാഗത്തേക്ക് പോയപ്പോൾ ഹാജറ ബീവി കാണുന്നത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഒരു ചിറക് കൊണ്ട് അവിടെ കുഴിക്കുന്നതായിട്ടാണ് ഹാജറ ബീവി കാണുന്നത്. പ്രിയപ്പെട്ടവരെ, സംസം വെള്ളത്തിന് ജിബ്രീലിൻ്റെ ചരിത്രം പറയാനുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഇടപെടലിനെ കുറിച്ച് പറയാനുണ്ട്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ചിറക് കൊണ്ട് കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എവിടെ നിന്നെന്നില്ലാതെ ഒരു അജ്ഞാതമായ ഉറവ ആ കുഴിക്കപ്പെട്ട പ്രദേശത്തേക്ക് ചീറ്റു വരുന്നതാണ് പിന്നീട് ഹാജറ ബീവി കാണുന്നത്. അങ്ങനെയാണ് സംസത്തിന്റെ ജന്മമുണ്ടാകുന്നത്. സംസത്തിന്റെ ചരിത്രം ആരംഭം കുറിക്കുന്നത് അവിടെ നിന്നാണ്. ആ വെള്ളം അങ്ങനെ പൊങ്ങാൻ തുടങ്ങി, ആ വെള്ളം ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി. അപ്പോൾ ഹാജറ ബീവി അന്ന് സംസാരിച്ച ഭാഷയിൽ അവരന്ന് പറഞ്ഞതാണ് സം 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 സം. തൻ്റെ കൈകൾ കൊണ്ട് ആ ഉറവയെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഹാജറ ബീവി പറഞ്ഞതാണ് സം സം. പ്രിയപ്പെട്ടവരെ, പിന്നീട് തുല്യം വെക്കാനില്ലാത്ത നാഗരികതയുടെ ചരിത്രം കുറിക്കുന്ന ഒരു നീരുറവയായിട്ട് സംസം വെള്ളം മാറുകയാണ്. ആ കറുത്ത പെണ്ണിന്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ, ആ കറുത്ത പെണ്ണിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നാണ് ലോകം മുഴുവനുള്ള ഹാജിമാർ, പണക്കാരും പണിക്കാരും
രാജാധികാരികളും അധികാരികളും എല്ലാം വിദ്യാഭ്യാസമുള്ളവരും നിരക്ഷരരും കറുത്തവരും വെളുത്തവരും ആണും പെണ്ണുമെല്ലാം സൊഫയുടെയും മറുവയുടെയും ഇടയിൽ ഉംറക്ക് വേണ്ടി നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പെണ്ണിന്റെ ആരോരുമില്ലാതെ അവിടെ ഭയപ്പെട്ട് പ്രയാസപ്പെട്ട് ബേജാറായി എടങ്ങേറായി നടന്ന ആ വെപ്രാളം പിടിച്ച നടത്തമുണ്ടല്ലോ, ആ നടത്തത്തിന് അള്ളാഹു എത്രമാത്രം പ്രാധാന്യവും നൽകിയിട്ടുണ്ട്, ആ നടത്തത്തെ അള്ളാഹു എത്രമാത്രം വലിയ ത്യാഗമായി കണ്ടിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പതിനായിരങ്ങളും ലക്ഷങ്ങളും ഈ ചരിത്രം കഴിഞ്ഞതിന് ശേഷം കോടിക്കണക്കിന് മനുഷ്യർ ഈ സഫ മറുവക്കിടയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നത്. അല്ലാഹു അക്ബർ.